Our new president is requested to light a candle placed at the center. It reminds us that even the smallest light can remove the darkness, guiding us towards peace, faith, and gratitude. I now invite Vice President Mrs. Lovely and Kudian to come forward to light a candle from the President. As we light our candle, let us inspire to carry the light within our hearts and spread it to others. President and Vice Presidents goes back to their position and light the candle to their right, who in turn will light the next candle. Makes us an instrument of your peace. Where there is hatred, let me sow love. Where there is injury, pardon. Where there is doubt, faith. Where there is despair, hope. Where there is darkness, light. And where there is sadness, joy. Now I invite
Secretary of YWCA, for the prayer. Heavenly Father, shower thy blessings upon us, teach us to follow thy commandments, may thy word be lamp to guide us and light for our path. May this Eucharistic meal bring glory and honor. We also thank you, Father, for the active service rendered by all our senior members who have prepared from the active service. Give them their continued lives. We say these prayers in the name of Jesus Christ, our Lord. Amen. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി ഞങ്ങളോട് സ്തോത്രം ചെയ്യുന്നു. ഈ പരിപാടിയിലുടനീളം കർത്താവേ, നിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ. വൈദ്യസയും അതിന്റെ പ്രവർത്തനങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇതിലുള്ള അംഗങ്ങളെല്ലാം തിരുസഭയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വരാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ പോയവരെയും ഓർക്കുന്നു. സന്തോഷത്തോടും സ്നേഹത്തോടും സമാധാനത്തോടും വർദ്ധിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം വാഴ്ത്തണമേ. ഞങ്ങളുടെ പുതിയ ബോഡിയുടെ പ്രവർത്തനങ്ങളെല്ലാം തിരുനാമ മഹത്വത്തിനാക്കി തീർക്കണമേ. അവരവരെ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥതയോടും വിശ്വസത്തോടും പ്രവർത്തിക്കാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിശ്ചയിച്ചിരിക്കുന്ന വേദവാരമാണ് പുറപ്പാട് പുസ്തകം 1-15 മുതൽ 22 വരെ. പുറപ്പാട് 1:15 മുതൽ 22 വരെ. എന്നാൽ മിസ്രയീം രാജാവ് ശിപ്ര എന്നും പൂവ എന്നും പേരുള്ള എബ്രായ ശുദ്ധികർമ്മികളോട്, എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ ശുദ്ധികർമ്മത്തിന് ചെന്ന് പ്രസവശയ്യയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം, പെണ്ണാകുന്നുവെങ്കിൽ ജീവനോടെ ഇരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. ശുദ്ധികർമ്മികളോട് ദൈവത്തിൽ ഭയപ്പെട്ട് മിസ്രയീം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. അപ്പോൾ മിസ്രയീം രാജാവ് ശുദ്ധികർമ്മികളെ വരുത്തി, ഇത് എന്തൊരു പ്രവൃത്തി, നിങ്ങൾ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിക്കുന്ന എന്തെന്ന് ചോദിച്ചു. ശുദ്ധികർമ്മികൾ ഫറവോനോട്, എബ്രായ സ്ത്രീകൾ മിസ്രയീമ്യ സ്ത്രീകളെ പോലെയല്ല, അവർ നല്ല നിറമുള്ളവർ. ശുദ്ധികർമ്മികൾ അവരുടെ അടുക്കൽ എത്തും മുമ്പ് അവർ പ്രസവിച്ച് കഴിയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവം ശുദ്ധികർമ്മികൾക്ക് നന്മ ചെയ്തു. ജനം വർദ്ധിച്ച് ഏറ്റവും ബലപ്പെട്ടു. ശുദ്ധികർമ്മികൾ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് അവർക്ക് കുടുംബവർദ്ധന നൽകി. പിന്നെ ഫറവോൻ തന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിൽ ഇട്ട് കളയണമെന്നും ഏത് പെൺകുട്ടിയെ ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു. ഇതോടെ പാഠം അവസാനിച്ചു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മുടെ കാൻഡിൽലൈറ്റ് സെറമണിയുടെ സന്തോഷത്തോടെ ഒപ്പം ഇന്ന് ഒരു വേർപാടിൻ്റെ വേദനയും നമ്മളോടൊപ്പമുണ്ട്. ഇന്നലകളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ YWCA കുടുംബത്തിലെ ഒരു പ്രിയപ്പെട്ട അംഗം നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നു. സോനജ കൊച്ചമ്മയുടെ മരണം നമുക്കൊരു നഷ്ടം തന്നെയാണ്. ദൈവത്തിന്റെ നിയോഗം അത് മാറ്റി വായിക്കാനാവില്ലല്ലോ എന്ന് നമുക്കെല്ലാം അറിയാം. സോനജ കൊച്ചമ്മയുടെ ആത്മാവിന് നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു മിനിറ്റ് മൗനമാണ്. ഇന്ന് ഈ സുവർണ നിമിഷത്തിൽ ആദരണീയനായ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞതിലും ക്രിസ്ത്യൻ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കോട്ടയം YWCAയുടെ പ്രസിഡന്റാകാൻ 2ാം പ്രാവശ്യം കഴിഞ്ഞതിലുമുള്ള സന്തോഷവും സ്നേഹവും നന്ദിയും നിങ്ങൾ ഓരോരുത്തരോടും സർവശക്തനായ ദൈവത്തോടും ഞാൻ ആദ്യമേ തന്നെ അറിയിക്കുന്നു. ഒരു കുഞ്ഞു സ്റ്റോറി ഞാൻ ഷെയർ ചെയ്യാം. 9 എന്ന അക്കം, അതായത് 9 എന്ന നമ്പർ 8നെ തല്ലി. എന്തിനാണ് എന്നെ തല്ലിയെന്ന് 8 ചോദിച്ചു. അപ്പോൾ 9 പറഞ്ഞു, ഞാൻ എന്നേക്കാൾ വലിയവനാണ്, എനിക്ക് താഴെയാണ് നീ. അങ്ങനെ 8 7നെയും 7 6നെയും അടിച്ചു, 6 5നെയും 4 3നെയും 3 2നെയും 2 1നെയും തല്ലി. ഒന്ന് നോക്കുമ്പോൾ പിന്നെ എല്ലാം താഴെ ആരുമില്ല, താഴെ 0 മാത്രം, 0യ്ക്ക് ഒരു വിലയില്ല.
സീറോയപ്പം ഒന്നെന്ത് ചെയ്തു? ഒന്നിനെ സീറോയെ കൂടെ ചേർത്ത് നിർത്തി. ദുർബലനായ സീറോയെ ചേർത്ത് നിർത്തുകയും അതിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു. 10 മൂല്യത്തിലേക്ക് ഉയരുകയും ചെയ്തു. താഴേക്കിടയിലുള്ളവരെ, ദുർബലരായവരെ നമ്മളോട് ചേർത്ത് നിർത്താം എന്ന സന്ദേശമാണ് ഈ കഥയിലുള്ളത്. ഇത് തന്നെയാണ് നമ്മൾ സമൂഹത്തിൽ ആചരിക്കേണ്ട ഒരു ധർമ്മം. ചേർത്ത് നിർത്തുമ്പോൾ നമ്മുടെ മഹത്വം കൂടുകയുള്ളൂ, കുറയുകയില്ല. എപ്പോഴും നമ്മൾ എത്ര ഉയർന്നവരായാലും താഴോട്ട് നോക്കുക. നമ്മളെക്കാൾ കഷ്ടപ്പെടുന്നവരെ, ചെറിയവരെ എല്ലാം നമ്മളോട് ചേർത്ത് നിർത്താം. ഇരുട്ടിലാകപ്പെട്ട ജീവിതങ്ങളുടെ പ്രതിസന്ധികൾ മറികടക്കുവാൻ അവരുടെ ജീവിതത്തിൽ വെളിച്ചമായിട്ട് നമുക്ക് പ്രവർത്തിക്കാം, അവരെ സഹായിക്കാം. ഇങ്ങനെയുള്ള നന്മകൾ ചെയ്യാൻ YWCA ഒരു മീഡിയമാണ്. നമുക്ക് തണൽ വഴി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വഴി എന്തെല്ലാം സഹായങ്ങൾ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ സാധിക്കും. YWCA അതൊരു മീഡിയമായിട്ട് നമുക്ക് കാണാം. അതിന് നമുക്ക് വേണ്ടത് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ച് മുന്നേറാം എന്നുള്ളതാണ്. സർവശക്തനായ ദൈവം നമുക്ക് അതിനുവേണ്ട അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കോട്ടയം YWCA നാൾക്ക് നാൾ അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ ഭാരവാഹികൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. കോട്ടയം YWCA ഒരു കുടുംബമാണ്. നമ്മൾ ഓരോരുത്തരും YWCA കുടുംബാംഗങ്ങളാണ്. നമ്മുടെ ധർമ്മ ഗ്രൂപ്പിലെ അംഗമായ മിസസ് ഷേർലി മാത്യു തീരെ വയ്യാതായി കിടക്കുകയാണ്. ഷീല മാത്യു വളരെ സുഖമില്ലാതിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കടമയാണ്, നമ്മുടെ കുടുംബാംഗമാണ്. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകളെ ഷീലയെ ഉൾപ്പെടുത്തുന്നത്. പ്രിയ ഭർത്താക്കന്മാരുടെ വേർപാടിൽ മക്കൾ വിദേശത്തുമായിരിക്കുന്നവർ, ഒറ്റയ്ക്ക് താമസിക്കുന്ന കുറച്ചാണ്ടുകൾ നമ്മുടെ YWCAയിലുണ്ട്. അവരെ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടത് ആവശ്യമാണ്. ഇടയ്ക്കൊരു ഫോൺ കോൾ, ഇടയ്ക്കൊന്ന് വിശേഷക്ഷേമം അന്വേഷിക്കുക. അത് ഗ്രൂപ്പിലൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ ഗ്രൂപ്പിലെയും സർജറി കഴിഞ്ഞിരിക്കുന്നവർ, സുഖമില്ലാതിരിക്കുന്നവർ, അവരെല്ലാം ലീഡേഴ്സ് ഒക്കെ ഇടയ്ക്ക് വിളിക്കണം. വിളിച്ച് ക്ഷേമം അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ അവരെ ചേർത്ത് നിർത്തുക എന്ന ഒരു തോന്നൽ വേണം. അവരെ വിളിച്ചാൽ ഭയങ്കര സന്തോഷമാണ് അവർക്ക്. 3-4 പേര് നമ്മുടെ YWCAയിലെ കുറച്ച് 3-5 YWCA ആന്റിമാർ തന്നെ താമസിക്കുന്നു. അവരെ നമുക്ക് ചേർത്ത് നിർത്താം. പിന്നെ എൻ്റെ കക്കന്തലിലേക്ക് കടന്നോട്ടെ. ഇന്ന് നമ്മുടെ ക്യാബിനറ്റ് സെറിമണിക്ക് അനുഗ്രഹ സന്തോഷം നൽകാൻ എത്തിയിരിക്കുന്നത് കോട്ടയം ജെറുസലേം മാർത്തോമ്മ പള്ളിയിലെ സഹവികാരി അച്ഛനാണ്. ചെന്നിത്തല സ്വദേശിയായ അച്ഛൻ കോട്ടയം MT സെമിനാരിയിൽ പഠിച്ച് അദ്ദേഹം അവിടെ തന്നെ വിസിറ്റിംഗ് ഫാക്കൽറ്റിയായി തുടരുന്നു. അച്ഛൻ കൊച്ചമ്മ മിസ്സസ് ലിലി അന്ന രാജൻ 2ലും 4ലും പഠിക്കുന്ന 2 മക്കൾ. കോട്ടയം YWCAയിലേക്ക് ആദ്യമായി കടന്നു വന്നിരിക്കുന്ന അച്ഛനെ നമുക്ക് വളരെ സ്നേഹബഹുമാനത്തോടെ കരങ്ങളടിച്ച് സ്വാഗതം ചെയ്യും. നമ്മുടെ വൈസ് പ്രസിഡന്റ് മിസ്സസ് നെമ്മി കുര്യൻ, മിസ്സസ് ലാവ്ലി വർക്കി, 2 പേരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. നാഷണൽ ബോർഡ് മെമ്പറും ക്ലസ്റ്റർ കോർഡിനേറ്ററും കൂടിയായ മിസ്സസ് ബാബ ലൂക്കോസിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. ട്രഷറർ, അസിസ്റ്റന്റ് ട്രഷറർ, ബോർഡ് മെമ്പേഴ്സ്, ഈ പരിപാടിയുടെ പരിപൂർണ്ണ വിജയത്തിനായി ചുക്കാൻ പിടിക്കുന്ന പ്രോഗ്രാം ചെയർപേഴ്സൺ മിസ്സസ് ടോഷ്ന ബിജു ആൻഡ് കമ്മിറ്റി മെമ്പേഴ്സ്, ജനറൽ സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. വന്നു ചേർന്നിരിക്കുന്ന YWCA കുടുംബാംഗങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം MC മിസ് മിയ മാരിയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ദൈവനാമത്തിന് മഹത്വം നൽകട്ടെ. ആദ്യമായിട്ടാണ് ഒരു YWCA മീറ്റിംഗിൽ സംബന്ധിക്കുന്നത്. ഈ അക്ഷര നഗരിയിലെ ഭവനങ്ങളിൽ ദൈവകൃപയുടെ തിരുവെളിച്ചങ്ങൾ തെളിയിക്കുന്ന വനിതകൾ ഒരുമിച്ച് കൂടുന്ന ഈ പ്രൗഢ ഗംഭീരമായ സദസ്സിൽ ആശംസാവാക്കുകളുമായി ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് കോട്ടയത്തെ നേതൃത്വ നിലയിലുള്ള വനിതകളുടെ സംഗമമാണ് എന്ന് ഞങ്ങൾക്കറിയാം.
ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആയിരിക്കുന്ന ഇടങ്ങൾക്ക് വെളിച്ചം പകരുന്ന വനിതകളുടെ ലൈറ്റിംഗ് സെറമണിയാണ് ഇവിടെ നടന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോ ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദ കമ്മിങ് ഇയേഴ്സ് ആക്ടിവിറ്റീസ് ഓഫ് YWCA ഓഫ് കോട്ടയം. എല്ലാവിധമായ ആശംസകൾ നേരത്തെ നേതൃത്വത്തിലേക്ക്, പുതിയ നേതൃത്വത്തിലേക്ക് ഈ വർഷത്തെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ദൈവകൃപ ധാരാളമായി ലഭിക്കാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ കൂട്ടായ്മയ്ക്ക് വരാൻ എനിക്ക് തന്നിരിക്കുന്ന സമയം 10 മിനിറ്റാണ്. 10 മിനിറ്റിനോട് ഞാൻ അവസാനിപ്പിക്കും. അളവപ്പെടല്ല. ഞാൻ ഈ കൂട്ടായ്മയ്ക്ക് വന്നപ്പോഴാണ് what is YWCA എന്നൊന്ന് നോക്കാം എന്ന് ഞാൻ വിചാരിച്ചത്. എനിക്ക് മനസ്സിലായി it was a merging of two institutions, രണ്ട് തരത്തിലുള്ള സംഘടനകൾ ഒരുമിച്ച് ചേർന്നപ്പോഴാണ് 1894 YWCA എന്ന പ്രസ്ഥാനം ഉണ്ടായത്. അത് ഒരു ആക്ടിവിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മയും ദൈവവചനത്തിൻ്റെ ഒരു ഇവാഞ്ചലിസ്റ്റിൻ്റെ കൂട്ടായ്മയും കൂടെ ചേർന്ന രണ്ട് സംഘടനകളുടെ കൂട്ടായ്മയാണ്. അക്കാലത്തെ വോറിൽ വർക്ക് ചെയ്ത നഴ്സസിൻ്റെ ഹോസ്റ്റൽസുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കൂട്ടായ്മയും ഒരു ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ്, ഇവാഞ്ചലിസ്റ്റിക് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടായ്മയും ചേർന്നപ്പോഴാണ് YWCA ഉണ്ടായതെന്നാണ് ഗൂഗിൾ എന്നോട് പറഞ്ഞത്. ഇതിൻ്റെ വ്യത്യാസം ഇതായിരുന്നു എന്നോട് പറഞ്ഞാണ്. എന്നിരുന്നാലും ഇത് രണ്ട് തരത്തിൽ ലോകത്തെ കാണുന്ന ഒരു സമൂഹത്തിൻ്റെ സംഘടനയാണ്. ഞാൻ ഈ ട്രയാങ്കിളിൻ്റെ മീനിങ് ഒന്ന് നോക്കി. നിങ്ങളൊക്കെ നോക്കിയിട്ടുള്ളവരാണെന്ന് എനിക്കറിയാമെന്ന് വിചാരം അല്ലേ? അല്ല, അല്ലെങ്കിൽ നോക്കണം. ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്, അതാണ് 3 സൈഡാണ് എന്നോട് പറഞ്ഞത്. The holistic development of women in the community. സമൂഹത്തിലെ വനിതകളുടെ, സ്ത്രീജനങ്ങളുടെ സമഗ്രമായ ഉന്നമനത്തിനും ഒരുമിച്ച് ചേർത്തുള്ള വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മ അനുഭവമാണല്ലോ ഈ YWCA. ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണം, ഞങ്ങളുടെ മാതൃസഭയുടെ പല സംഘടനകളിൽ ഇരിക്കുന്നവർ ഏത് സംഘടനയിലിരിക്കുന്നതും ഇതെങ്ങനെ തുടങ്ങിയാണോ അറിയില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലായിക്കൊണ്ടെന്ന് വിചാരിച്ചിട്ട് ഇൻട്രഡക്ഷൻ പറയുന്നതിന് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാനായിക്കൊണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞത്. മാതൃകാരാണ് നമുക്ക് പറയാമല്ലോ. ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ്, ഇടവകയുടെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ, ചെറിയ സംഘം ലീഡർ ഉൾപ്പെടെ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് 1894 ഈ കാണുന്ന സ്വാതന്ത്ര്യങ്ങളില്ലാതിരുന്നൊരു കാലത്ത് ഒരു ജനതയുടെ മുറിവിൽ മരുന്ന് പുരട്ടി സൗഖ്യ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു കൂട്ടം ആളുകൾ വനിതകളുടെ ജീവിതത്തിൽ തള്ളപ്പെട്ടവർ അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന സ്ത്രീജനങ്ങളുടെ ഇരുളിടങ്ങളിലേക്ക് വെളിച്ചം വീശണമെന്ന ആഗ്രഹത്തോടെ, ആ വെളിച്ചത്തിന് ദൈവവചനത്തിന്റെ കൂട്ടുണ്ടാകണം എന്ന ആഗ്രഹത്തോടെ ഒരു സംഘടന 1894 രൂപപ്പെട്ടതാണ് YWCA. എന്നാണ് മനസ്സിലാക്കി. ഇപ്പോൾ ആ തുടർച്ച 1894 ശേഷം ഇങ്ങോട്ട് വരുമ്പോൾ എത്രയോ വർഷങ്ങൾ കൊണ്ട് ഈ വെളിച്ചം തലമുറയായി കൈമാറി കോട്ടയത്തിന്റെ മണ്ണിൽ ഒരു കാലത്ത് ആരംഭിച്ച് ഇന്ന് ആ വെളിച്ചം പകരാൻ ഇടയാകേണ്ടുന്ന ഒരു സംഘടനയാണ് ഇതിന് മുമ്പിലിരിക്കുന്ന പിടിപെട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് 2 ഭാഗങ്ങൾ ഉണ്ടാകണം. ഒന്ന് the word of God and the human upliftments, especially the woman upliftment. ഇതിനകത്ത് ഒന്ന് മാത്രമായി പോയാൽ ഈ സംഘടന ഫുൾ അല്ല. അപ്പോൾ വേദപുസ്തകത്തിലൂടെ ലോകത്തെ കാണുക, ലോകത്തെ വേദപുസ്തകത്തിൽ കാണുക.
ഇതിന് ഈ കൂട്ടായ്മ ഇടയാകണം. അതിനായി ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇനി 2, 5, 6 മിനിറ്റ് ഉള്ളൂ. ഞാൻ പുറപ്പാട് ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 1 അതിന്റെ 15ാമത് മുതലുള്ള വാക്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. ഈ പുറപ്പാട് പുസ്തകം 1, 2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത, കുറെ സ്ത്രീകളുടെ കഥ പറയുന്ന പുസ്തകങ്ങളാണ്, അധ്യായങ്ങളാണ്. അവിടെ നിന്ന് നമ്മൾ കേൾക്കുന്നത് the 2 midwives, ശിപ്ര ആൻഡ് പൂവ, പിന്നെ the mother of Moses, പിന്നെ the sister of Moses and the daughter of Pharaoh. ഫറവോന്റെ മകൾ, മോശയുടെ അമ്മ, സഹോദരി, 2 midwives, സൂതികർമ്മങ്ങൾ. ഇവരൊരുമിച്ച് ചേരുമ്പോൾ ഒരു എക്സഡസ് ഇവന്റ് ഉണ്ടാകുന്നത്. I believe that the origin of Exodus event of Israel is begin from these 5 women who joined together for a revolutionary movement. എന്താണെന്നറിയാമോ? ഇവിടെ പറയുന്നുണ്ട്, ഈ ജോസഫിനെ അറിയാത്തൊരു രാജാവാണ് നാട്ടിലുള്ളത്. അങ്ങനെ പറഞ്ഞാണ് ടെക്സാ പുസ്തകം ആരംഭിക്കുന്നത്. എങ്ങനെയാണ് ഈ നാട് ഇങ്ങനെ ആയതെന്ന് അറിയാത്ത ഒരു രാജാവ് വന്നു. We all know about who was Joseph for Israel, Egyptians. ഈജിപ്തുകാർക്ക് എങ്ങനെ ഈജിപ്തുകാർക്ക് നിർത്തിയതിൽ ക്ഷാമകാലത്ത് ജോസഫ് എത്രത്തോളം ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അത് അറിയാത്തൊരു കാലത്ത് ഒരു ജനതയെ മുഴുവൻ അടിച്ചമർത്തിയിട്ടിരിക്കുകയാണ്. അപ്പൊ അവര് പറയാണ്, ഇവരെല്ലാം വന്നു കയറിയവരാണ്. സോ ഇവരിവിടെ നിൽക്കാൻ പാടില്ല. എത്രത്തോളം ഇവരെ ഒപ്രസ് ചെയ്യാമോ, എത്രത്തോളം ഇവരെ ഒരു ബേർഡൻ കൊടുക്കാമോ, ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ us എന്നൊരു ചിന്തയാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു? They considered Israel's as second community, second level. രണ്ടാം ഘട സമൂഹമായി ആരെ കണ്ടുപിടിച്ചു? ഈ സ്ത്രീകളെ കണ്ടുപിടിക്കുക, ഈ ജനതയെ കണ്ടുപിടിക്കുക. അപ്പോൾ ദൈവത്തിനൊരു ആഗ്രഹം, ഇവിടുത്തെ ഒരു പുറപ്പാട് ഉണ്ടാവണം. God initiated a liberative movement from this exile. ദൈവം ഒരു മൂവ്മെന്റ് ആരംഭിച്ചപ്പോൾ ദൈവത്തിന് ഒരു തരത്തിലും ആണുങ്ങളെ കൂട്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോഴാണ് ദൈവം 2 സൂതികർമ്മികളെയും 3 ഒരു അമ്മയെയും ഒരു മകളെയും 2 മിഡ്വൈഫ്സിനെയും ഒരു രാജകുമാരിയെയും കൂടെ ചേർത്ത് വെച്ചപ്പോൾ a miracle happened ആ സ്ഥലത്ത്. അതിനെപ്പറ്റി മാത്രം പറഞ്ഞ വാക്കുകളാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു തരത്തിലും ഒരുമിച്ച് നിൽക്കാൻ സാധ്യതയില്ലാത്ത 5 പേരാണ് ഇവര്. ഫസ്റ്റ് ഇംപ്രഷൻ അല്ലേ? അത് സാമൂഹികമായി അത്ര ഉന്നത നിലയിലുള്ള ആളുകളല്ല. അപ്പം ഈ കാലത്ത്, കുറച്ചുകൂടെ മുമ്പോട്ടുള്ള കാലത്ത് വയറ്റാട്ടികൾ എന്ന് പറയുന്ന ഒരു സമൂഹമാണ്. ഒരു സമൂഹത്തിൽ ഒരു ഉന്നത ജാതരായുള്ള ആളുകളൊന്നുമല്ല, ഉന്നത സ്ഥാനമാനങ്ങളൊന്നും വഹിക്കുന്ന ആളുകളല്ല, ഉന്നതരല്ല. അവർ ക്രിസ്തു ദൈവനാമത്തിൽ അവിടെ പറയുന്നു, ദൈവത്തെ അവർ ഭയപ്പെട്ടു. രാജാവിനെ ഭയപ്പെട്ടില്ല, ദൈവത്തെ ഭയപ്പെട്ടു. 2 യോഖബേൽ എന്നാണ് ഈ മോശയുടെ അമ്മയുടെ പേര്. ഈ ഭാഗത്ത് പറയുന്ന ലേഖകളുടെ പേര് ഭാഗത്ത് പറയുന്നുണ്ട്. യോഖബേലിന് ഒരു കുഞ്ഞുണ്ടായപ്പോൾ ഈ കുഞ്ഞിനെ അങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് യോഖബേൽ തീരുമാനിച്ചു. ഇവരെ സാഹചര്യങ്ങളൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ ഈ ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്ന ഈ ശുശ്രൂഷയിൽ തന്നാൽ കഴിയുന്ന ഉത്തരവാദിത്തം ചെയ്യാമെന്ന് മിറിയം, സിസ്റ്റർ ഓഫ് മോസസ്, തീരുമാനിച്ചു. 4ാമത് ദൈവം പ്രവർത്തിച്ചപ്പോൾ കൃത്യ സമയത്ത്
ഫറവോന്റെ മകൾ കുളിക്കാനായി ഈ സ്ഥലത്ത് വന്നു. ഒറ്റ ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കാം. സാഹചര്യങ്ങൾ പ്രതികൂലമായേക്കാം. ബലഹീനരായ ആളുകളാണ് ഇവരെല്ലാം. 4-5 പേരും ബലഹീനരാണ്. ഈ മോശയുടെ അമ്മയുടെയും സഹോദരിയുടെയും കാര്യം പറഞ്ഞാൽ ദേ ഓൾറെഡി സ്ലേവ്സ്. അവർക്ക് ആ ദേശത്ത് 2ാം പൗരത്വമാണ്. 2 സ്ത്രീകളാണ്. ആ കാലത്ത് സ്ത്രീകൾക്ക് സെക്കൻഡ് പൗരത്വം, 2ാം പൗരത്വ നിരയിൽ കിടക്കുന്ന ആളുകളാണ്. അവര് സ്ലേവ്സാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തവരാണ് യഥാർത്ഥത്തിൽ. പക്ഷെ അവർ ഒന്നിച്ച് നിൽക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ ഒരു വലിയ മൂവ്മെന്റ് അവിടെ നടന്നു. യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് നോക്കിയാൽ ദ എക്സലൻസ് ഇവന്റ് ആരംഭിക്കുന്നത് ഇവർ 5 സ്ത്രീകൾ ഒരുമിച്ച് നിന്നത് കൊണ്ടാണ്. ഈ 5 സ്ത്രീകൾ ഒരുമിച്ച് നിന്നപ്പോഴാണ് മോസസ് എന്ന് പറഞ്ഞൊരു ലീഡർ ഉണ്ടായത്. ഇവർ 5 പേർ ഒരുമിച്ച് നിന്നപ്പോഴാണ് ഒരു വലിയ ഒരു ടെക്സ്റ്റ് ആരംഭിക്കുക, ഒരു വേദപുസ്തകത്തിൽ ഒരു പുസ്തകം ആരംഭിക്കാൻ ഇടയായത്. ഒരു പുതിയ പുസ്തകം ആരംഭിച്ചത് ഇവരിൽ നിന്നാണ്. നിങ്ങൾ മനസ്സിലാക്കണം. 1-2 അധ്യായം കഴിഞ്ഞിട്ടാണ് 3-4 അധ്യായം അല്ലേ? ഈ 1-2 അധ്യായങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ഈ 5 സ്ത്രീകളുടെ കഥ പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സ്ത്രീകൾ ഒരുമിച്ച് ചേർന്ന് അതിൽ ദൈവം കൂടെ ഉൾച്ചേരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തെ കാര്യങ്ങൾ നടക്കപ്പെടും, നടന്നിട്ടുണ്ട് അല്ലേ? നടക്കപ്പെടും, നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം വളരെ ആഴമേറിയ താലന്തുകൾ നൽകി സൃഷ്ടിച്ചിരിക്കുന്നവരാണ് സ്ത്രീകൾ. നമുക്കറിയാം, ഈ കാലത്ത് പിതാവായ ദൈവം എന്ന് പോലും നമ്മൾ പറയാറില്ല. പിതാവായ ദൈവം, ഞാൻ ഇന്ന് വർഷിപ്പ് ശ്രദ്ധിച്ചു, ഫാദർ, ഹോളി ഫാദർ എന്ന് പറയുന്നത് അല്ലേ? ഇപ്പൊ നമ്മൾ അതിന്റെ ടെർമിനോളജി ഒക്കെ മാറ്റി വരികയാണ്. കാരണം ദ പേരന്റ് ഗോഡ് എന്നാ പറയുന്നത്. ദൈവം മാതാവും പിതാവുമാണ്. നമുക്കറിയാം, ദൈവം ആണാണെന്നൊരു ചിന്ത ആ കാലത്തുണ്ടായെങ്കിലും ആണാണോ പെണ്ണോ നമുക്കറിയില്ല അല്ലേ? പേരന്റ് ഗോഡ്, മാതാവും പിതാവുമായ ദൈവമാണ്. ആ ദൈവം ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്ത്രീയുടെയും പുരുഷന്റെ ഇമേജ് ദൈവത്തിന്റെ ഇമേജാണ്. ആ ദൈവത്തിന്റെ ഇമേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കഴിവുകൾ ദൈവീകമായ കഴിവുകളാണ്. ശരിയല്ലേ? ആ ദൈവീക കഴിവുകൾ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കപ്പെടുമ്പോൾ ഒരു സമൂഹത്തിന് വീണ്ടെടുപ്പുണ്ടാകും, വിടുതൽ ഉണ്ടാകും എന്നുള്ളതാണ്. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം രക്ഷപ്പെട്ടു പോയതിന് കാരണമായതിന്റെ തുടക്കം ആരംഭിക്കുന്നത് 5 സ്ത്രീകൾ. ഡിഫറെന്റ് പ്രൊഫഷനാണ് അല്ലേ? ഇവരെല്ലാവരും ഒരേ കുടുംബത്തിൽ ജനിച്ചവരല്ല, സാമൂഹികമായി ഒരു നിലയിലുള്ളവരല്ല, ഇവർ ഒരേ മൈൻഡ് ഉള്ളവരല്ല, ഒരേ കഴിവുള്ളവരല്ല അല്ലേ? എന്നാൽ ഇവരെല്ലാവരും ഒരേ പർപ്പസിൽ ഒരുമിച്ച് കൂടിയപ്പോൾ the exodus even happened and a liberation of ഒരു വലിയ സമൂഹത്തിൻ്റെ വിടുതലിന് അത് കാരണമായി തീർന്നു. എൻ്റെ സമയം അവസാനിച്ചു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നമ്മൾ ആരുമായിക്കൊള്ളട്ടെ, ഏത് വീട്ടിലെ ആളും ആയിക്കൊള്ളട്ടെ, നമ്മുടെ പ്രൊഫഷൻ ഏതുമായിക്കൊള്ളട്ടെ, നമ്മളൊരു ദൈവ നിയോഗത്താൽ നിയന്ത്രിക്കപ്പെട്ട് പോകുന്നെങ്കിൽ നമുക്കൊത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിനകത്ത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ ലിമിറ്റേഷൻസ് ഒന്നും നമുക്കൊരു വിഷയമേ അല്ല. ഒറിജിൻ നമുക്കൊരു വിഷയമേ അല്ല. പ്രൊഫഷൻ നമുക്കൊരു വിഷയമേ അല്ല. ഒരേ ഒരു ആഗ്രഹമാണ്, ദൈവത്തിൻ്റെ നാമത്തിൽ മനുഷ്യനെ വീണ്ടെടുക്കണം. ദൈവനാമത്തിൽ മനുഷ്യനെ ഇന്ന് ഈ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ വേദനപ്പെടുന്നവർക്ക് കൂട്ടാവണം. അതാരും ആയിക്കൊള്ളട്ടെ അല്ലേ? വേദനപ്പെടുന്നവരെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ സാമ്പത്തികമായി എളിമയിലിരിക്കുന്ന ആളുകൾ മാത്രമല്ല ആവശ്യമുള്ളവർ അല്ലേ? വളരെ സാമ്പത്തികമായും സാമൂഹികമായും ഉന്നത സ്ഥിതിയിൽ ഇരിക്കുമ്പോഴും ഈ പറയുന്നത് പോലെ നമ്മുടെ ഒരു ഫോൺ കോളിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമ്മുടെ ചിന്തയിൽ പലപ്പോഴും ഈ സാധുക്കളെന്ന് പറയുമ്പോൾ, ആവശ്യത്തിലിരിക്കുന്നവരെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് സാമ്പത്തികമായി താഴ്ന്ന നിലയിൽ നിൽക്കുന്നവരെന്നുള്ള ചിന്തയിലാണ്, അല്ലെങ്കിൽ സാമൂഹികമായി താഴത്തെ തട്ടിൽ നിൽക്കുന്ന ആളുകൾ എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഉന്നതമായ സ്ഥാനമാനങ്ങളിൽ ഇരുന്ന് ജീവിച്ച ആളുകൾ, സാമ്പത്തികമായ ഉന്നത നിലകളിലുള്ളവർ
ഒരു വീട്ടിൽ തന്നെ ഒന്നിലധികം സഹായികളുമായി ജീവിക്കുന്ന ആളുകൾ സംടൈംസ് നീഡ് അവർ വോയിസ്. നമ്മുടെ ഒരു വാക്ക് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ ഫോൺ കോളിൽ നമ്മുടെ പേര് തെളിഞ്ഞു വരുമ്പോൾ അവർ ഉള്ളിൽ വരുന്നൊരു ആഹ്ലാദം വരുന്നതാണ്, അവർ ഉള്ളിൽ നിന്ന് ഉയരുന്ന ഒരു സന്തോഷം വരുന്നതാണ്. സോ വി ക്യാൻ ഡു സംതിങ്. ലൈക്ക് ഞാൻ സാധാരണ പറയുന്നൊരു കഥ അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഡേവിസ് ഞാൻ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ച പോലെ ഞാൻ 2016-15 കോട്ടയം മാർത്തോമാ സെമിനാരിയിൽ വൈദ്യുതിയിൽ നിന്ന് വൈദ്യപഠനം പൂർത്തിയാക്കിയതാണ്. അവിടെ ആ കാലത്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഡേവിസ് ചെറമേൽ എന്ന് പറയുന്ന കിഡ്നി ഫൗണ്ടേഷന്റെ ചെയർമാനായിരുന്ന അച്ഛൻ, കാത്തലിക് പ്രീസ്റ്റാണ്. അച്ഛൻ എൻ്റെ കിഡ്നി കൊടുത്തത് ആ കാലത്താണ്. ആ സമയത്ത് മാർത്തോമാ സെമിനാരിയിൽ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഗിവിങ്ങിനെ പറ്റി ഒരു പ്രഭാഷണം നടത്തി. അദ്ദേഹം പ്രഭാഷണം അവസാനിപ്പിക്കുമ്പോൾ അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: എൻ്റെ പ്രഭാഷണം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ 2 കിഡ്നി ഉണ്ടല്ലോ, ഒന്ന് കൊടുത്തേക്കാം എന്നൊരു തോന്നൽ ഉണ്ടായേക്കാം. അതൊരു പക്ഷേ അധികം നീണ്ടു നിന്നു എന്നും വരില്ല. അങ്ങനെയാണല്ലോ നമ്മൾ പള്ളിയിലെ പ്രഭാഷണം കേൾക്കുമ്പോൾ നമ്മളൊക്കെ നല്ല ആളുകളായിട്ടാണ് അല്ലേ. ഈ ചെരുപ്പ് വെളിയിലിരിക്കുന്ന ചെരുപ്പിടുമ്പോൾ പണ്ടത്തെ ഇവിടുന്ന് വന്നപ്പോഴുള്ള അതേ മനുഷ്യരായിട്ടാണ് മടങ്ങിപ്പോകുന്നതാണ് അല്ലേ. അങ്ങനെ ഒരു പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു എഴുത്തുണ്ടായിരുന്നാ പറയുന്നത്: നിങ്ങളുടെ പാദരക്ഷകൾ ഇവിടെ വെക്കുക, കൂടെ നിങ്ങളുടെ നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം, നിങ്ങളുടെ സങ്കടം, വിഷമം എല്ലാം ഇവിടെ വെച്ചിട്ട്, പക, പിണക്കം എല്ലാം വെച്ചിട്ട് പോകാൻ പറയുന്നത്. അതിന് തിരിച്ചു വരുമ്പോഴുന്നുണ്ട് നിങ്ങളുടെ ഫുഡ്സ്, അതായത് സ്ലിപ്പേഴ്സ് മാത്രം എടുക്കുക, നിങ്ങളുടെ ചെരുപ്പുകൾ മാത്രം എടുത്തുകൊണ്ട് പോകണമെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ രസം അതിനെപ്പറ്റി ഒരു അച്ഛൻ പറഞ്ഞത്, നീ ചെരുപ്പെടുക്കാൻ മറന്നാലും ബാക്കി സാധനം എടുത്തോണ്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ച അച്ഛൻ പറഞ്ഞു, ഞാൻ പറയട്ടെ, അച്ഛൻ പറഞ്ഞു അത് ഇത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാകും, കിഡ്നി കൊടുത്തേക്കാം. അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ പള്ളിയിൽ നിന്ന് പ്രാവശ്യം പറഞ്ഞാണ്, കിഡ്നി കൊടുത്തില്ലെങ്കിലും ചട്നി കൊടുക്കാൻ അവസരം കിട്ടുമ്പോൾ കൊടുക്കണം. കിഡ്നി കൊടുക്കാൻ പാടാണ്, ചട്നി കൊടുക്കാൻ പാടില്ലല്ലോ. നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഒരു ചട്നി കൊടുക്കാം അല്ലേ. ഇതൊരു പക്ഷേ ഒരു 50 കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന ഒരാളെ ചെന്ന് കാണാൻ പറ്റിയില്ലാതിരിക്കും അല്ലേ. ഒരു വീഡിയോ കോൾ ചെയ്ത് അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ നമ്മുടെ മുഖം അവർക്ക് കാണുമ്പോൾ ഈ കാലത്ത് ഏറെ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു ദീപം കൂടെ ഇന്ന് തെളിയിക്കപ്പെട്ടു. ആ ദീപം സ്നേഹത്തിൻ്റെ വെളിച്ചം പകരട്ടെ, കരുതലിൻ്റെ വെളിച്ചം പകരട്ടെ, ക്രിസ്തീയ സ്നേഹത്തിൻ്റെ വെളിച്ചം പകരട്ടെ, ഒരുമയുടെ വെളിച്ചം പകരട്ടെ അല്ലേ. ബൈൻഡ് us together എന്നാണ് പറയുന്നത് അല്ലേ. ക്രിസ്തു സ്നേഹത്താൽ ഒരുമിക്കപ്പെട്ടവരായി, ക്രിസ്തുവിൻ്റെ വെളിച്ചത്താൽ നയിക്കപ്പെട്ടവരായി ഈ കാലം നയിപ്പാൻ ഒരു സഹായികളെ ഈ മനോഹരമായ ഈ കൂട്ടായ്മയിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്നേഹം അറിയിക്കട്ടെ. നമുക്ക് ഇനിയും കാണാൻ, ഇനിയും കൂടുവാൻ ദൈവം സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. A token of love from Kottayam YWCA to Father Rennie Philip, Assistant Vicar of Bethlehem Marthoma Church, Kottayam. YWCA കുടുംബാംഗങ്ങളെ, ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തി നമ്മുടെ കാൻഡിഡേറ്റ് പ്രോഗ്രാം അനുഗ്രഹീതമാക്കി തന്ന റെനിയേഷനോടുള്ള നന്ദിയും സ്നേഹവും YWCA കീഴിൽ ഞാൻ ആദ്യമേ അറിയിക്കുന്നു. അച്ഛൻ കോട്ടയം ജെറുസലേം മാർത്തോമാ ചർച്ച് അസിസ്റ്റന്റ് വികാരിയാണ്. അച്ഛൻ നമുക്ക് നല്ല മെസ്സേജുകൾ തന്നു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. YWCA എന്താണെന്നും YWCA എങ്ങനെ ഉണ്ടായിരുന്നു, സ്ത്രീകൾ ഒത്തൊരുമിച്ചാൽ എന്തൊക്കെ സാധിക്കുമെന്നും അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നു. YWCA സെക്രട്ടറി ജിൻസി ജോസഫ്, റെക്കോർഡിംഗ് സെക്രട്ടറി, ട്രഷറർ, കഴിഞ്ഞ ബോർഡ് മെമ്പേഴ്സ്, പുതിയ ബോർഡ് മെമ്പേഴ്സ് എന്നിവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. നമ്മുടെ YWCA മെമ്പറും ക്ലസ്റ്റർ കോർഡിനേറ്ററുമായ നാഷണൽ ബോർഡ് മെമ്പറുമായ ഭാവ ലൂക്കോസിനോടുള്ള നന്ദിയും അറിയിക്കുന്നു.
ഈ പ്രോഗ്രാം ഇത്രയും മനോഹരമാക്കാൻ പ്രയത്നിച്ച പ്രോഗ്രാം കമ്മിറ്റി ചെയർപേഴ്സൺ തോഷ്മ ബിജുവിനോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത നമ്മുടെ യൂത്ത് മെമ്പറും പ്രസിഡന്റിന്റെ മകളുമായ മിയ ചെറിയാനോടുള്ള നന്ദിയും അറിയിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കാൻ നമ്മളെ സഹായിച്ച നമ്മുടെ കൊയർ മെമ്പേഴ്സിനോടും നന്ദി അറിയിക്കുന്നു. നമ്മുടെയൊക്കെ ഫോട്ടോസ് നല്ലതാക്കി എടുത്തു തരുന്ന നമ്മുടെ ഫോട്ടോഗ്രാഫർ ഷിജോയോടുമുള്ള നന്ദി അറിയിക്കുന്നു. സാബു സൗണ്ട്സ്, ലതാമണി, ജോൺ, പിന്നെ ഈ പ്രോഗ്രാമിൽ ഇവിടെ വന്ന് വിജയമാക്കി തീർക്കാൻ YWC എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും അകമഴിഞ്ഞ നന്ദി ഹൃദയത്തിൽ നിന്ന് അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. താങ്ക് യു.